എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ് SCRT ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററായ നമ്മുടെ ഗവൺമെൻറ് എന്നുള്ള ചാപ്റ്ററാണ്. 4ാമത്തെ SCRT ടെക്സ്റ്റ് ബുക്കിലെ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഗവൺമെൻറ്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകളിൽ ലൈക്ക് തരിക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അധ്യായം 4 നമ്മുടെ ഗവൺമെൻറ്. ഇവിടെ 3 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഫോട്ടോ, അതേപോലെ ഇത് രാഷ്ട്രപതി ഭവൻ്റെ ഫോട്ടോ, ഇത് നമ്മുടെ പരമോന്നത നീതിന്യായമായ സുപ്രീം കോടതിയുടെ ഫോട്ടോ. അങ്ങനെ 3 ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ മുകളിൽ 3 ചിത്രങ്ങൾ തന്നിട്ടുള്ള ഏതൊക്കെയാണെന്ന് പറയാൻ കഴിയുമോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി സഭ സമ്മേളിക്കുന്ന പാർലമെൻറ്റ് മന്ദിരവും, രണ്ടാമത്തെ ചിത്രം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായ രാഷ്ട്രപതി ഔദ്യോഗിക ഭവനും, മൂന്നാമത്തത് നീതിന്യായ വ്യവസ്ഥമായ സുപ്രീം കോടതി സമുച്ചയം എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ആ ചിത്രങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ ഒന്നുമില്ല. ഇവ 3 ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ 3 ഘടകങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിന് 3 വിഭാഗങ്ങളാണുള്ളത്. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതി ന്യായ വിഭാഗം എന്നിങ്ങനെ 3 ഘടകങ്ങളാണ്. ഇനി ഒരു ഡയഗ്രാമാക്കി കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് അതിൻ്റെ 3 വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് വിഭാഗങ്ങൾ. ആദ്യത്തെ വിഭാഗമാണ് നിയമനിർമ്മാണ വിഭാഗം. നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് നിയമനിർമ്മാണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. നീതിന്യായ വ്യവസ്ഥയോ? നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ് നീതിന്യായ വിഭാഗം. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ 3 വിഭാഗങ്ങളാണ്, പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളാണ് ഇത്. ഇനി അതന്നെ ഒരു ചാർട്ട് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടി വിശദമായിട്ട്. ഇന്ത്യയിലെ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് ചാർട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഗവൺമെൻറ് അതിലാദ്യത്തേതാണ് നിയമനിർമ്മാണ വിഭാഗം. നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് വരിക? രാഷ്ട്രപതി, ഇന്ത്യയുടെ രാഷ്ട്രതലവനായ രാഷ്ട്രപതി, അതേപോലെ 2 സഭകളായ ലോകസഭയും രാജ്യസഭയും, ഇന്ത്യയുടെ ഉപരിസഭയായ രാജ്യസഭയും അധോസഭയായ ലോകസഭയും. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും വരും. കാര്യനിർവഹണ വിഭാഗത്തിലാണെങ്കിൽ രാഷ്ട്രപതി വരും, ഉപരാഷ്ട്രപതി വരും, പ്രധാനമന്ത്രി വരും, മന്ത്രിസഭ, അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവരാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്. നീതിന്യായ വിഭാഗത്തിലാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോടതിയായ സുപ്രീം കോടതി, ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി, സംസ്ഥാനങ്ങളിലെ പരമോന്നത കോടതിയായ ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. ഇതാണ് നീതിന്യായ വിഭാഗത്തിൽ വരുന്നത്. സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുനിസിപ്പൽ, മജിസ്ട്രേറ്റ് കോടതികൾ. ഇനി നമുക്കിത് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം. ഇതിലാദ്യത്തേതാണ് നിയമനിർമ്മാണ വിഭാഗം. നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ, ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്നത് പാർലമെൻറ്റ് എന്ന പേരിലാണ്. രാഷ്ട്രപതിയും ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ്. അപ്പോൾ ഇന്ത്യയിലെ പാർലമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ്. രാഷ്ട്രപതിയും ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ
പാർലമെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. രാജ്യസഭയെ നമ്മൾ നേരത്തെ പറഞ്ഞു ഉപരിസഭയെന്നും ലോകസഭയെ അധോസഭയെന്നും അറിയപ്പെടുന്നു. അപ്പോൾ രാജ്യസഭ ഉപരിസഭയെന്നും ലോകസഭ അധോസഭയെന്നും അറിയപ്പെടുന്നു. 2 സഭകൾ ഉള്ളതിനാൽ ഇതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2 സഭകൾ ഉള്ളത് കൊണ്ടാണ്. ഉപരിസഭയായ രാജ്യസഭയും അധോസഭയായ ലോക്സഭയും ഉള്ളത് കൊണ്ടാണ് ഇതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? രാഷ്ട്രപതിയും 2 സഭകളായ ലോക്സഭയും രാജ്യസഭയും. അതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ്. രാജ്യസഭ, ഉപരിസഭ, ലോക്സഭ, അധോസഭ, പിന്നെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അതാണ് അതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. ഇനി രാജ്യസഭ എന്താണെന്ന് നോക്കാം. രാജ്യസഭയുടെ സ്ട്രക്ചറാണ് ഇനി പറയാൻ പോകുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, പ്രധാന പോയിൻ്റാണ്. രാജ്യസഭ തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ. അപ്പോൾ രാജ്യസഭയിൽ മൊത്തം 238 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങളും സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. പിന്നെ സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സഭ രാജ്യസഭയാണ്. പിന്നെ സ്ഥിരം സഭയാണ്. ഇത് ഒരിക്കലും പിരിഞ്ഞു പോകുന്ന ഒരു സഭയല്ല, സ്ഥിരം സഭയാണ്. ഓരോ 6 വർഷം കൂടുമ്പോൾ 3-2 ആളുകൾ ഇതിൽ നിന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അതിന് തിരഞ്ഞെടുത്ത് 3 ആളുകൾ, ആ 3-2 ആളുകൾ തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഇപ്പോൾ രാജ്യസഭ 238 അംഗങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. ഇനി ലോക്സഭയോ? ലോക്സഭയാണെങ്കിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ, അതായത് എംപിമാരാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങൾ. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ വരാൻ സാധ്യതയുള്ള പോയിൻ്റാണ്. അപ്പോൾ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. അത് ജനപ്രതിനിധികൾ ഉള്ള സഭ എന്നിങ്ങനെ കണക്ട് ചെയ്താൽ മതി. പിന്നെ 5 വർഷമാണ് കാലാവധി. നമുക്കറിയാലോ, 5 വർഷം കൂടുമ്പോഴാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്നത്. നേരെ മറിച്ച് രാജ്യസഭയാണെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷം വഹിക്കുന്നത്. ലോകസഭയാണെങ്കിൽ സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്നത്. ലോകസഭയാണെങ്കിൽ ജനപ്രതിനിധി സഭ എന്ന് പറയുന്നു. രാജ്യസഭയാണെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നു. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇതാണ് രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്രത്യേകത. രാജ്യസഭയിലാണെങ്കിൽ 238 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും 12 നോമിനേറ്റഡ് അംഗങ്ങളും. എന്നാൽ ലോക്സഭയിലാണെങ്കിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളും 2 നോമിനേറ്റഡ് അംഗങ്ങളും, അഥവാ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 2 അംഗങ്ങളും അടക്കം 545 ലോക്സഭയുടെ അംഗസംഖ്യ. രാജ്യസഭയുടെ ആണെങ്കിൽ 250. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ലോക്സഭ, രാജ്യസഭ എന്നുള്ളതിനെക്കുറിച്ചുള്ള 2 പോയിൻ്റുകൾ. രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ പ്രസിഡൻറ്റ് അഥവാ രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, അതായത് അദ്ദേഹം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗമല്ല, പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ വഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാവുന്നത്. അപ്പോൾ രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാണ്. അതിനുള്ള കാരണം പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുന്നതും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതും അതേപോലെ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളാണ് പാർലമെൻറ്റ് സമ്മേളനം വിളിക്കൽ, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യൽ, ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ എന്നീ ചുമതലകൾ രാഷ്ട്രപതിയാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഭാഗമാവുന്നത്. എന്നാൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെൻറ്റ് അംഗം അല്ല. ഇനി പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്?
പാർലമെൻറ്റിൻ്റെ ചുമതലകൾ. ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. നമ്മൾ പറഞ്ഞു നിയമനിർമ്മാണമാണ് നിയമനിർമ്മാണ വിഭാഗമാണ്, അതിൽ വരുന്നതാണ് പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല തന്നെ നിയമനിർമ്മാണം തന്നെയാണ്. നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിൻ്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണമാണ്. പക്ഷേ നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിന് 2 സഭയുടെയും, അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗീകാരം വേണം. നിയമനിർമ്മാണത്തിന് രാജ്യസഭയുടെയും ലോക്സഭയുടെയും അംഗീകാരം വേണം. 2 സഭകളും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. അപ്പോൾ ബില്ല് എന്താണ്? നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. ഒരു സാധാരണ ബിൽ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ഒരു സാധാരണ ബില്ലാണെങ്കിൽ പാർലമെൻറ്റിൻ്റെ രാജ്യസഭയിലോ ലോക്സഭയിലോ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ബിൽ ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നും വിളിക്കാം. അപ്പോൾ ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നുമാണ് വിളിക്കുന്നത്. 2 സഭകളിലും ബിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ 2 സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. ഈ കരട് രൂപത്തിനെയാണ് സാധാരണ കരട് രൂപമായ ബില്ല് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ ചില ബില്ലുകൾ മണി ബില്ല്, അതായത് ഉദാഹരണത്തിന് മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. ഇനി ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്നതിനെ രണ്ടാം സഭയെന്നാണ് പറയുന്നത്. ഇനി ബില്ല് എങ്ങനെയാണ് നിയമമാകുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ബില്ല് ഒന്നാം സഭയിൽ, അത് രാജ്യസഭയാകാം ലോക്സഭയാകാം, അവിടെ ഒന്നാം വായന, അതേപോലെ രണ്ടാം വായന, മൂന്നാം വായന, അങ്ങനെ 3-ാം വായനയ്ക്ക് ശേഷം രണ്ടാം സഭയിലേക്ക് പോകും. അവിടെയും ഒന്നാം വായനയുണ്ട്, രണ്ടാം വായനയുണ്ട്, മൂന്നാം വായനയുണ്ട്. അവിടുത്തെയും 3-ാം വായനയ്ക്ക് ശേഷം പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കും. പ്രസിഡൻ്റ് അംഗീകാരം ലഭിച്ചാൽ ആ ബില്ല് ഒരു നിയമമായി മാറും. അപ്പോൾ ബില്ല് എങ്ങനെയാണ് പോകുന്നത്? ബില്ല് ഒന്നാം സഭയിൽ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. 3-ാം വായനയ്ക്ക് ശേഷം അത് നേരെ രണ്ടാം സഭയിലോട്ട് പോകുന്നു. രണ്ടാം സഭയിലും ഒന്നാം വായന, രണ്ടാം വായന, അതിനുശേഷം 3-ാം വായന. രണ്ടാം സഭയിലെ 3-ാം വായനയ്ക്ക് ശേഷം പ്രസിഡൻറ്റ് അംഗീകാരം നൽകുന്നു, അത് നിയമമായി മാറുന്നു. ഇനി ഈ വായനകൾ എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാം വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബില്ല് അവതരിപ്പിക്കലാണ്. ബില്ല് അവതരിപ്പിക്കുന്നതിനെയാണ് ഒന്നാം വായന എന്ന് പറയുന്നത്. രണ്ടാം വായന എന്ന് പറയുമ്പോൾ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഒന്നാം വായന എന്ന് പറഞ്ഞാൽ ബില്ല് അവതരിപ്പിക്കുന്നു. രണ്ടാം വായന എന്ന് പറയുമ്പോൾ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യുന്നതാണ് രണ്ടാം വായന. ഒന്നല്ലെങ്കിൽ പാസ്സാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ മാറ്റം വരുത്താം, അല്ലെങ്കിൽ അത് നിരാകരിക്കാം. ഇതാണ് രണ്ടാം വായന. ഇനി 3-ാം വായനയോ? ബിൽ മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. 3-ാം വായന എന്നുള്ള ഘട്ടത്തിൽ ബില്ല് ഒന്നല്ലെങ്കിൽ പാസ്സാക്കും, അല്ലെങ്കിൽ നിരാകരിക്കും, അല്ലെങ്കിൽ ക്യാൻസലാക്കും. ഒന്നല്ലെങ്കിൽ പാസ്സാക്കും, അല്ലെങ്കിൽ ക്യാൻസലാക്കും. ഇതാണ് 3-ാം വായന. അപ്പോൾ 1-ാം വായന, 2-ാം വായന, 3-ാം വായന എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നാം വായന എന്ന് പറയുമ്പോൾ ബില്ല് അവതരിപ്പിക്കും. രണ്ടാം വായന എന്ന് പറയുമ്പോൾ ബില്ലിൽ എന്തെങ്കിലും ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ പാസ്സാക്കും, അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റം വരുത്തും, അല്ലെങ്കിൽ നിരാകരിക്കും. 3-ാം വായനയാകുമ്പോൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ ബില്ല് മൊത്തമായി പാസ്സാക്കും, അല്ലെങ്കിൽ നിരാകരിക്കും. അപ്പോൾ ഇതാണ് 3 വായനകൾ. ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബിൽ രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. രണ്ടാം സഭയിലും മുകളിൽ പറഞ്ഞ 3 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഒന്നാം സഭയിൽ ഈ 3 ഘട്ടങ്ങൾക്ക് ശേഷം പാസ്സാക്കിയ ബില്ല് രണ്ടാം സഭയിലേക്ക് അയക്കുന്നു. അവിടെയും ഈ 3 ഘട്ടങ്ങൾ ഉണ്ട്. ഒന്നാം വായനയും രണ്ടാം വായനയും 3-ാം വായനയും. ബില്ല് 2 സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.
നമ്മൾ പറഞ്ഞു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായി. അപ്പോൾ രാഷ്ട്രപതി അവസാനമായി ഒപ്പുവെക്കുന്നതോടുകൂടി ബില്ല് നിയമമാകുന്നു. രണ്ട് സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇനി രണ്ട് സഭയും ലോക്സഭയും രാജ്യസഭയും തമ്മിൽ ഒരു ബില്ലിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ രണ്ട് സഭയും കൂടി സംയുക്ത സമ്മേളനം വിളിച്ചിട്ട് തീരുമാനമെടുക്കും. അപ്പോൾ പിന്നെ സംയുക്ത സമ്മേളനം വിളിക്കും. സംയുക്ത സമ്മേളനം വിളിക്കുന്നത് പ്രസിഡൻ്റാണ്. അതിനെ അഭിസംബോധന ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്, പ്രസിഡൻ്റാണ്. അപ്പോൾ എന്തെങ്കിലും രണ്ട് സഭകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സംയുക്ത സമ്മേളനം വിളിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് നമ്മൾ പറഞ്ഞു. ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. അപ്പോൾ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നതും പ്രസിഡൻ്റാണ്, അതിനെ അഭിസംബോധന ചെയ്യുന്നതും പ്രസിഡൻ്റാണ്. പക്ഷേ അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ സ്പീക്കറായിരിക്കും. ലോക്സഭ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഇനി പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് ചോദ്യോത്തരവേള. ആദ്യം പാർലമെൻറ്റ് സമ്മേളനങ്ങൾ എന്നുള്ള ഒരു കോളുണ്ട്. പാർലമെൻറ്റിൻ്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അപ്പോൾ പാർലമെൻറ്റിൻ്റെ രണ്ട് സമ്മേളന കാലാവധിക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകരുതെന്ന് ഭരണഘടനയിൽ പ്രത്യേകം പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെൻറ്റ് 3 തവണ സമ്മേളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പാർലമെൻറ്റ് 3 തവണയാണ് എല്ലാ വർഷവും സമ്മേളിക്കുന്നത്. ഏതൊക്കെയാണ് ആ സമ്മേളനങ്ങൾ? വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം. അപ്പോൾ വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നിങ്ങനെ 3 സമ്മേളനങ്ങളാണ് ഇന്ത്യയിൽ ലോക്സഭ രാജ്യസഭാ സമ്മേളനങ്ങൾ ഉള്ളത്, പാർലമെൻറ്റ് സമ്മേളനങ്ങൾ ഉള്ളത്. അപ്പോൾ വർഷത്തിൽ 3 തവണയാണ് ഇന്ത്യയിൽ പാർലമെൻറ്റ് സമ്മേളിക്കുന്നത്. ശീതകാലം, വർഷകാലം, വേനൽക്കാലം 3 കാലത്തും സമ്മേളനങ്ങളുണ്ട്. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ ചേരാറുണ്ട്. രാജ്യസഭ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ വരെ ചേരാറുണ്ട്. ഇനി എന്തെങ്കിലും ഒരു പ്രത്യേക സമ്മേളനം, എന്തെങ്കിലും അടിയന്തര വിഷയങ്ങളുണ്ടെങ്കിൽ പ്രത്യേക സമ്മേളനവും പാർലമെൻറ്റ് ചേരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വനിതാ ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമ്മേളനം ഇന്ത്യൻ പാർലമെൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രത്യേക സമ്മേളനവും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ചോദ്യോത്തരവേള. ഇനി പാർലമെൻറ്റിലെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ചോദ്യോത്തരവേള. പാർലമെൻറ്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയോടെയാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയോടെയാണ്. അപ്പോൾ ചോദ്യോത്തര വേളയോടെയാണ് പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. എല്ലാ ദിവസവും 11 മണിക്ക് സമ്മേളനം ആരംഭിക്കും. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് എല്ലാ ദിവസവും 11 മണിക്കാണ്. തുടർന്നുള്ള 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. അപ്പോൾ 11 മണിക്ക് സമ്മേളനം ആരംഭിക്കും. ആരംഭിച്ചാൽ 1 മണിക്കൂർ, 11 മണി മുതൽ 1 മണിക്കൂർ 12 മണി വരെ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. ചോദ്യങ്ങൾ അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മറുപടി നൽകും. സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ചോദ്യോത്തര വേളയാണ്. ചോദ്യോത്തര വേളയുടെ സമയം രാവിലെ 11 മണി മുതൽ 12 മണി വരെയാണ്. ഈ ചോദ്യോത്തര വേളയിൽ ഭരണ സംബന്ധമായ എന്ത് സംശയങ്ങളും ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം. അപ്പോൾ അതാത് വകുപ്പിൻ്റെ മന്ത്രിമാർ അതിന് മറുപടി നൽകും. ഇതാണ് ചോദ്യോത്തര വേള. അപ്പോൾ ചോദ്യോത്തര വേളയുടെ സമയം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അതേപോലെ പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഏതോടുകൂടിയാണെന്ന് ചോദിച്ചാലും ഉത്തരം ചോദ്യോത്തര വേളയാണ്, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ശൂന്യവേള. 12 മണിക്ക് ചോദ്യോത്തര വേള അവസാനിക്കും. നമ്മൾ പറഞ്ഞു 11 മണിക്ക് പാർലമെൻറ്റ് തുടങ്ങി 12 മണിക്ക് അവസാനിക്കും. അപ്പോൾ 1 മണിക്കൂറാണ് ചോദ്യോത്തര വേള, 11 മുതൽ 12 മണി വരെ. അത് 12 മണിക്ക് അവസാനിച്ചാൽ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം ശൂന്യവേള എന്നറിയപ്പെടുന്നു. അപ്പോൾ 12 മണി വരെ 11 to 12 ചോദ്യോത്തര വേളയാണ്. അത് കഴിഞ്ഞ് മെയിൻ അജണ്ടയിലേക്ക്, അതായത് നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള
ആ ചെറിയ ഗ്യാപ്പിനെയാണ് ശൂന്യവേള എന്നറിയപ്പെടുന്നത്. അപ്പോൾ ശൂന്യവേള എന്താണ്? 12 മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയമാണ് ശൂന്യവേള എന്നറിയപ്പെടുന്നത്. ഈ സമയം 12 മണിയാകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ വരുന്നത് ഈ സമയത്തായിരിക്കും. അപ്പോൾ അടിയന്തര പ്രമേയവും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയവും ഒക്കെ വരുന്നത് ശൂന്യവേള സമയത്താണ്. ശൂന്യവേള സമയം എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരവേള അവസാനിച്ച് 12 മണിക്ക് ശേഷം മെയിൻ അജണ്ടയിലേക്ക്, അതായത് നിശ്ചയിച്ച അജണ്ടയിലേക്ക് കടക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയമാണ് ശൂന്യവേള. ശൂന്യവേളയിലാണ് അടിയന്തര പ്രമേയവും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമൊക്കെ അവതരിപ്പിക്കുന്നത്. ഇനി ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുണ്ടാകും. അപ്പോൾ ശൂന്യവേളയുടെ സമയം എന്ന് പറഞ്ഞാൽ 5 മുതൽ 15 മിനിറ്റ് വരെയാണ്. അപ്പോൾ 5 മുതൽ 15 മിനിറ്റ് വരെയാണ് ശൂന്യവേള ഉണ്ടാകുന്നത്. 12 മണി മുതൽ 12:15 വരെ, 12 മണി മുതൽ 12:05 വരെയാവാം, 12:15 വരെയാവും. അതാണ് ശൂന്യവേള എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ശൂന്യവേളയിലാണ് അടിയന്തര പ്രമേയവും ശ്രദ്ധ ക്ഷണിക്കലും ഒക്കെ പരിഗണയ്ക്ക് വരുന്നത്. ഇനി നമ്മളിവിടെ അടുത്തതാണ് ധനബിൽ അഥവാ മണി ബിൽ. സാധാരണ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമമല്ല ധനബില്ലിനുള്ളത്. എന്താണ് ധനബിൽ? ധനബില്ല് പറഞ്ഞാൽ എന്താണ്? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. അപ്പോൾ എന്താണ് ധനബില്ല് എന്ന് ചോദിച്ചാൽ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. ഒരു ധനബിൽ ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബാക്കിയുള്ള ബില്ലുകൾ ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. എന്നാൽ മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. അപ്പോൾ ധനബില്ല് ആദ്യം ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മണി ബില്ല് എന്താണെന്ന് നോക്കി. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ധനബില്ല്. പിന്നെ ധനബില്ല് ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്നും നമ്മൾ പറഞ്ഞു. ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. അപ്പോൾ ലോക്സഭ ധനബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്നുള്ള സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. ലഭിച്ച 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ്. അപ്പോൾ മണി ബില്ല് ലഭിച്ച് 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ച് അയക്കേണ്ടതാണ്. ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. അപ്പോൾ രാജ്യസഭ നിർദ്ദേശം വെച്ചാലും ലോക്സഭയ്ക്ക് വേണമെങ്കിൽ അത് തള്ളിക്കളയാനുള്ള അവകാശമുണ്ട്. തള്ളിക്കളയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, തള്ളിക്കളയാനുള്ള അവകാശമുണ്ട്. നിയമനിർമ്മാണം മാത്രമാണോ പാർലമെൻറ്റിൻ്റെ ചുമതല? നിയമനിർമ്മാണം കൂടാതെ മറ്റു ചുമതലകളും പാർലമെൻറ്റിനുണ്ട്. അപ്പോൾ നിയമനിർമ്മാണ ചുമതല പാർലമെൻറ്റിൻ്റെ ഒരു ചുമതലയാണെന്ന് പറഞ്ഞു. ഇനി നിയമനിർമ്മാണം അല്ലാതെ പാർലമെൻറ്റിൻ്റെ മറ്റു ചുമതലകൾ എന്തൊക്കെയാണ്? നിയമനിർമ്മാണ ചുമതല അല്ലാത്ത മറ്റു ചുമതലകളാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കലും തെരഞ്ഞെടുപ്പ് ചുമതലയും ഭരണഘടനാ ഭേദഗതിയും. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു നിയമനിർമ്മാണ ചുമതല എന്ന് പറഞ്ഞു. ഇനി അതിന് ശേഷം വരുന്ന ചുമതലകളാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തെരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടന ഭേദഗതി എന്നത്. ഇനി നമുക്ക് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിൽ വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ചുമതലയായ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കലിൽ വരുന്നത് ചോദ്യങ്ങൾ ഉന്നയിക്കലും ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. അപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്യലാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്ന കാറ്റഗറിയിൽ വരുന്ന ചുമതലകൾ.
ഇനി തെരഞ്ഞെടുപ്പ് ചുമതലയോ? തെരഞ്ഞെടുപ്പ് ചുമതല രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ചുമതല, പാർലമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ വരുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പാണ്. ഇനി ഭരണഘടനാ ഭേദഗതിയോ? ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ. ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ. ഭരണഘടനയുടെ വകുപ്പുകളിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തലും പാർലമെൻറ്റിൻ്റെ ഭരണഘടനാ ഭേദഗതി എന്നുള്ള ചുമതലയിൽ വരുന്ന ചുമതലയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്നുള്ളതിൽ ടോപ്പിക്കിൽ വരുന്നത്. ഇനി അടുത്തതാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ. സംസ്ഥാന നിയമനിർമ്മാണ സഭ. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ഇവയാണ്. അപ്പോൾ സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആണ് സംസ്ഥാന നിയമസഭകൾ. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന സർക്കാരാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഓക്കെ, സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്, അഥവാ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമേ ഉള്ളൂ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയെന്ന് വിളിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം 28 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഒരു നിയമനിർമ്മാണ സഭ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു നിയമനിർമ്മാണ സഭ മാത്രമുള്ളവയെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. എന്നാൽ ഒന്നിൽ കൂടുതൽ നിയമനിർമ്മാണ സഭകളുള്ള ചില സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവയെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇനി അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ജമ്മു ആൻഡ് കാശ്മീർ നിലവിൽ സംസ്ഥാനമല്ലാതെ കേന്ദ്രഭരണ പ്രദേശമാണ്. ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം മാറിയിട്ടുണ്ട്. 2019 ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്തെ ആർട്ടിക്കിൾ 374 റദ്ദാക്കിക്കൊണ്ട് വിഭജിച്ചത്. അപ്പോൾ ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവിടങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉള്ളത്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ നിലവിൽ സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ്. ഇനി ഇതിൽ അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും വിളിക്കുന്നു. അപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളിലെ അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമനിർമ്മാണ സമിതി അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ പേര് നോട്ട് ചെയ്യുക: ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, തെലുങ്കാന, ജമ്മു ആൻഡ് കാശ്മീർ. ഇനി അടുത്ത വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം. ഇനി ഇവിടെ കുറേ പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈനംദിന ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ്? നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നു. അപ്പോൾ കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നു. ഇനി കാര്യനിർവഹണ വിഭാഗം ഇന്ത്യയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത് കോളാണ്, അത് നോക്കാം. എക്സിക്യൂട്ടീവ്സ് ഇൻ ഇന്ത്യ.
ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. അപ്പോൾ ഇന്ത്യയിൽ 2 തലത്തിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങൾ അഥവാ എക്സിക്യൂട്ടീവാണ് ഉള്ളത്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര നിർവഹണ വിഭാഗം. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര നിർവഹണ വിഭാഗം. അപ്പോൾ കേന്ദ്ര നിർവഹണ വിഭാഗം ഇന്ത്യയിൽ 2 തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗമാണുള്ളത്, എക്സിക്യൂട്ടീവാണുള്ളത്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. ഇനി കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ തന്നെ 2 വിഭാഗമായി തിരിക്കാം. ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അഥവാ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നും പെർമനൻ്റ് എക്സിക്യൂട്ടീവ് അഥവാ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നും നമുക്ക് വീണ്ടും 2ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായ രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരെയും ആണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നതിൽ ഉൾപ്പെടുത്തുന്നത്, എന്ന വിഭാഗത്തിൽ വരുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നത്. ഉദ്യോഗസ്ഥരാണെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് ആണെങ്കിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വരുന്നവരാണ്. അവരെയാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരാണ്. അവർ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അവർ വിരമിക്കുന്നത് വരെ സർവീസിൽ തുടരും. നേരെ മറിച്ച് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ 5 വർഷമാണ് കാലാവധി. തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞാൽ അവർ മാറും. ഇനി രാഷ്ട്രപതി ഇവിടെ ആദ്യം ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറഞ്ഞ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനും സ്ഥിരാധ്യക്ഷനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഇനി നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ആദ്യത്തെ രാഷ്ട്രപതി നമ്മൾ പറഞ്ഞു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി. അപ്പോൾ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവൻ. 5 വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. ഒരു ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ്, 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇനി രാഷ്ട്രപതിയുടെ ആകാൻ യോഗ്യതകൾ എന്തൊക്കെയാണ്? രാഷ്ട്രപതി ആകാനുള്ള യോഗ്യതകൾ: ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭാംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടാകണം. അപ്പോൾ രാഷ്ട്രപതി ആകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭാംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം. ഇനി ഇലക്ടറൽ കോളേജ് എന്താണെന്ന് നോക്കാം. ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ടറൽ കോളേജാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ടറൽ കോളേജിൽ ആരൊക്കെയാണുള്ളത്? ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഇനി രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത് മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ഇനി രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിയെയും മന്ത്രിയെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ. അപ്പോൾ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നത് അദ്ദേഹം പ്രസിഡൻ്റാണ്. അപ്പോൾ സൈന്യാധിപനായി പ്രവർത്തിക്കൽ, അതേപോലെ രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നത് അത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. പിന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാഹർജിക്ക് തീർപ്പ് കൽപ്പിക്കൽ. അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലുകൾ അംഗീകാരം നൽകലും, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലും, ദയാഹർജി തീർപ്പ് കൽപ്പിക്കലും. അപ്പോൾ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരായിരുന്നു? ഇതുമായി അനുബന്ധമായിട്ട് ഓർത്തിരിക്കുക, ഫക്രുദ്ദീൻ അലി അഹമ്മദായിരുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ രാഷ്ട്രപതി. ഇപ്പോൾ രാഷ്ട്രപതിയുടെ ചുമതലകളൊന്നുകൂടി നോക്കാം. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്ക് 12 ആളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യൽ, പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. അടുത്തതാണ് ഉപരാഷ്ട്രപതി. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതിയും ഉണ്ട്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഒരു ഇലക്ടറൽ കോളേജാണ്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ ഈ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളായിരിക്കും. 5 വർഷക്കാലത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഇലക്ടറൽ കോളേജ് അംഗങ്ങൾ തന്നെയാണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയാണെങ്കിൽ അതിൽ സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങൾ വരും. ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങൾ അടങ്ങിയ ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ 5 വർഷക്കാലത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകളോ വളരെ കുറച്ച് ചുമതലകളുള്ളൂ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുക, അതേപോലെ രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുക. സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. അതേപോലെ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതും ഉപരാഷ്ട്രപതിയാണ്. കേന്ദ്ര മന്ത്രിസഭ, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കേന്ദ്ര മന്ത്രിസഭ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരാന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. രാഷ്ട്രപതിക്ക് ചുമതലകൾ നമ്മൾ പറഞ്ഞു, പക്ഷേ സത്യത്തിൽ ആ ചുമതലകളെല്ലാം യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ് ആ അധികാരങ്ങളൊക്കെ രാഷ്ട്രപതിയുടെ ചുമതലകളൊക്കെ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. ഇനി ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതല, പിന്നെ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്ന സഹമന്ത്രിമാർ, പിന്നെ ഉപമന്ത്രിമാർ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ചെറിയൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, എല്ലാവർക്കും അറിയുന്ന ഫാക്റ്റ് തന്നെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇനി പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്താണ്? ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. അപ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ അല്ലെങ്കിൽ ആ മുന്നണിയുടെയോ നേതാവാണ് പ്രധാനമന്ത്രിയാകുക. പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളും ഉണ്ട്.
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായക സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടാകും. അപ്പം ഇനി പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ ചുമതല. ലോക്സഭയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. അപ്പോൾ ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. ഇത്രയും ചുമതലകളാണ് പ്രധാനമന്ത്രിക്ക് ഉള്ളത്. പ്രധാനമന്ത്രിയുടെ ചുമതലകളാണ് ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. ഇനി സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ഗവർണറാണ്. ഗവർണറാണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ. മുഖ്യമന്ത്രിയാണ് സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ കാര്യനിർവഹണമായി വിഭാഗമായി പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയാണ്. അപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭയാണെങ്കിൽ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയാണ് കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്നത്. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണെങ്കിൽ അത് പ്രസിഡൻ്റാണ്. പക്ഷേ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്നത് അവിടെ പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്, ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണ്. ഇനി ജുഡീഷ്യറി അഥവാ നീതിന്യായ വിഭാഗം. ജുഡീഷ്യറി അഥവാ നീതിന്യായ വിഭാഗം. രാജ്യത്ത് വ്യക്തികൾ തമ്മിലും വ്യക്തിയും ഗവൺമെൻറ്റും തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലുമുള്ള വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. അപ്പോൾ രാജ്യത്ത് വ്യക്തികളും തമ്മിലോ അല്ലെങ്കിൽ വ്യക്തിയും ഗവൺമെൻറ്റും തമ്മിലോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് തമ്മിലോ അല്ലെങ്കിൽ വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലോ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. അപ്പോൾ നീതിന്യായ വിഭാഗത്തിൻ്റെ പ്രധാന ഒരു നീതിന്യായ വിഭാഗം നടപ്പിലാക്കുന്നത് കോടതികളിലൂടെയാണ് നീതി നടപ്പിലാക്കുന്നത്. അപ്പോൾ കുറ്റവാളികളെ സംരക്ഷിച്ചും കോടതികൾ നിരപരാധികളെ സംരക്ഷിച്ചും കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഡയഗ്രാം ഉണ്ട്, അത് അനുസരിച്ച് നോക്കാം. അപ്പോൾ നീതിന്യായ വിഭാഗം നമ്മൾ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ തീർപ്പ് കൽപ്പിക്കും. അതേപോലെ കുറ്റവാളികൾക്ക് ശിക്ഷ, നിരപരാധികൾക്ക് സംരക്ഷണം നൽകുന്നത്, പിന്നെ അതേപോലെ നിയമനിർമ്മാണ വിഭാഗം പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഇനി ഇതിൻ്റെ നീതിന്യായ വിഭാഗത്തിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. സുപ്രീം കോടതിയാണ് രാജ്യത്തെ പരമോന്നത കോടതി, ഇന്ത്യ മുഴുവൻ അധികാര പരിധി. അപ്പോൾ സുപ്രീം കോടതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രാജ്യത്തെ പരമോന്നത കോടതി ഏതാണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ രാജ്യത്തെ മുഴുവൻ ഇത് സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നു. രാജ്യം മുഴുവൻ സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നു. ഇനി ഹൈക്കോടതികളാണ്. ഹൈക്കോടതികൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. ഹൈക്കോടതികൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. അപ്പോൾ സംസ്ഥാനങ്ങളിലെ വലിയ കോടതിയാണ് ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ വലിയ കോടതിയാണ് ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ ഉന്നത കോടതി, വലിയ കോടതി എന്നൊക്കെ ചോദിച്ചാൽ അത് ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ഉന്നത കോടതി, പരമോന്നത കോടതി എന്നൊക്കെ ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. ജില്ലാ കോടതികളാണെങ്കിൽ ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. അത് നമുക്ക് ആ പേരിൽ തന്നെ കിട്ടും. ഇനി സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി,
താലൂക്ക് തലത്തിലുള്ള കേസുകളാണ് പരിശോധിക്കുന്നത്. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നതാണ് സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. ഇനി ഇതിൽ മുൻസിഫ് കോടതി സിവിൽ കേസുകളാണ് പരിശോധിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ ക്രിമിനൽ കേസുകളും. അത് നോട്ട് ചെയ്യേണ്ടവ തന്നെയാണ്. അപ്പോൾ മുൻസിഫ് കോടതി സിവിൽ കേസും മജിസ്ട്രേറ്റ് കോടതി ക്രിമിനൽ കേസുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒക്കെ താലൂക്ക് തലത്തിലുള്ള കേസുകൾ തന്നെയാണ്. സബ് കോടതി താലൂക്ക് തലത്തിലുള്ള കേസുകൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കോടതികളെക്കുറിച്ചും നീതിന്യായ വിഭാഗത്തെക്കുറിച്ചും മാത്രമാണ്. ഇനി ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതിയെക്കുറിച്ച് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ആ സുപ്രീം കോടതിയെക്കുറിച്ച് ആദ്യം പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? H.J. കനിയ. H.J. കനിയയാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ H.J. കനിയയാണ്. H.J. കനിയ. H.J. കനിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം ജുഡീഷ്യറി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോർട്ട് അഥവാ സുപ്രീം കോടതി എന്ന് കൊടുത്തിട്ടുണ്ട്. രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അത് നമ്മൾ ആ ഡയഗ്രത്തിൽ പറഞ്ഞു. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. നിലവിൽ ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിൽ ഉള്ളത്. അപ്പോൾ ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. അപ്പോൾ നിലവിൽ 30 ജസ്റ്റിസും ചീഫ് ജസ്റ്റിസും അടങ്ങുന്നതാണ് നിലവിലെ സുപ്രീം കോടതി സംവിധാനം. 30 ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസുമാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഉള്ളത്. രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. അത് നമ്മൾ രാഷ്ട്രപതിയുടെ ചുമതലയിൽ പറഞ്ഞതാണ്. ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസിനെയൊക്കെ നിയമിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. അപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഒന്ന്, മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ. നമുക്ക് മൗലികാവകാശ ലംഘനം ഉണ്ടായാലും നേരിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ പറ്റും. അപ്പോൾ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഒന്നാമത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങളും, പിന്നെ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിലുണ്ടാകുന്ന തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പരിഗണിക്കുന്നത് സുപ്രീം കോടതിക്കാണ്. പിന്നെ ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകളുണ്ടാവും. ചില കേസുകൾ ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകളുണ്ടാവും. അതിനും സുപ്രീം കോടതിയാണ് അങ്ങനത്തെ കേസുകൾ പരിഗണിക്കുന്നത്. പിന്നെ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്ന് അപ്പീൽ വന്ന കേസുകളുണ്ടാവും. സംസ്ഥാന ഹൈക്കോടതികൾ വിധിയിൽ അതൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോവാം. അങ്ങനെ സംസ്ഥാന കോടതിയുടെ വിധികളിൽ നിന്ന് നമുക്ക് അപ്പീൽ പോയിട്ട് അങ്ങനെ വരുന്ന കേസുകളും സുപ്രീം കോടതിയാണ് പരിഗണിക്കുന്നത്. നമുക്ക് ഹൈക്കോടതി വിധിയിൽ എന്തെങ്കിലും പിന്നെ അതൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളും സുപ്രീം കോടതിയാണ് പരിഗണിക്കുന്നത്. ഇനി ഹൈക്കോടതി. ഇവിടെ കേരള ഹൈക്കോടതിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. അപ്പോൾ ഇന്ത്യയിലെ പരമോന്നത കോടതി, പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി, അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നൊക്കെ ചോദിച്ചാൽ, ദേശീയ തലത്തിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നൊക്കെ ചോദിച്ചാൽ സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ആണ് ഹൈക്കോടതി. അപ്പോൾ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. ഈ ഒരു മുകളിലത്തെ സെൻറ്റൻസ് ഇതേപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് എന്നാണ് ചോദിച്ചത് PSCക്ക്. ഓപ്ഷൻ ഫസ്റ്റ് എ എന്താണ് കൊടുത്തത് വെച്ചാൽ സുപ്രീം കോടതി എന്നാണ്. അപ്പോൾ പല ആളുകളും ഈ സംസ്ഥാനങ്ങളിലെ എന്നുള്ളത് വായിക്കാതെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് നോക്കിയിട്ട് ഫസ്റ്റ് സുപ്രീം കോടതി ഓപ്ഷൻ എ കണ്ടപ്പോൾ അത് പിന്നെ ബബിൾ ചെയ്തെങ്ങാണ്ട് മൈനസ് മാർക്ക് മേടിച്ച് കൂട്ടിയ കുറേ ആളുകളുണ്ട്. അറിയായിട്ടല്ല നന്നായി പഠിച്ച ആളുകൾ തന്നെ കുറേ മൈനസ് മാർക്ക് കൂട്ടി. അപ്പോൾ നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വായിക്കണം. അപ്പോൾ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയാണ്. ഏറ്റവും ഉയർന്ന കോടതി എന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ എന്നുള്ള വാക്ക് മുന്നിൽ വന്നാൽ അത് ഹൈക്കോടതിയാണ്. രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കും.
ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. അപ്പോൾ ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. പിന്നെ രാഷ്ട്രപതി തന്നെയാണ് ഇവിടെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ. നമ്മൾ പറഞ്ഞു മൗലികാവകാശവുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നേരിട്ട് സമീപിക്കാം എന്ന് പറഞ്ഞു. അപ്പം മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കൽ ഹൈക്കോടതിയുടെ അധികാരത്തിൽ വരുന്നതാണ്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ. സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ. അപ്പോൾ സിവിലോ അല്ലെങ്കിൽ ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. അപ്പോൾ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കലും സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ. പിന്നെ മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കൽ. ഇത്രയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, ഈ ബബിൾ ഇട്ട പോയിൻ്റൊക്കെ നോട്ട് ചെയ്യണം. ഇനി ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ. അപ്പോൾ കീഴ്ക്കോടതികൾ എന്ന് പറയുമ്പോൾ ജില്ലാ കോടതി, സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി ഒക്കെ വരുന്നതാണ് കീഴ്ക്കോടതി. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കുണ്ട്. അപ്പോൾ സിവിൽ കേസിലും അതുപോലെ ക്രിമിനൽ കേസിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ്ക്കോടതിക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ കോടതികളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇവിടെ ഒരു ലോക് അദാലത്ത് എന്ന് പറഞ്ഞിട്ടൊരു കോളുണ്ട്. ലോക് അദാലത്ത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം. അപ്പോൾ നോട്ട് ചെയ്യുക, ലോക് അദാലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ജനങ്ങളുടെ കോടതി. ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കോടതി. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ഇത്. ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ്. കക്ഷികൾക്ക് താല്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാം. അപ്പോൾ കേസിൽ രണ്ട് കക്ഷികൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. കൂടിയാലോചനകളിലൂടെയും അതേപോലെ ഒത്തുതീർപ്പിലൂടെയും കേസ് തീർപ്പാക്കാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക എന്നിവയാണ് ലോക് അദാലത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ലോക് അദാലത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക. അപ്പോൾ രണ്ട് കക്ഷികൾക്ക് കേസുകൾക്ക് തീർപ്പാക്കണമെങ്കിൽ ലോക് അദാലത്തിനെ സമീപിക്കാം. പിന്നെ ജനങ്ങളുടെ കോടതി എന്നാണ് ലോക് അദാലത്തിൻ്റെ അർത്ഥം. അതേപോലെ ലോക് അദാലത്തിൻ്റെ ലക്ഷ്യം കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക. ഇനി ഇവിടെ പഠന പ്രവർത്തനത്തിൽ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത് കേട്ടോ. ഇനി ഇവിടെ പഠന പ്രവർത്തനത്തിലുള്ള ഒരു പോയിൻ്റ് കൂടി നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഇവിടെ കണ്ടോ പഠനപ്രവർത്തനത്തിൽ വന്ന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഇതന്നെ എടുത്തുകൊണ്ട് കോപ്പി പേസ്റ്റ് ആയിക്കാണ്ട് നമുക്ക് ചോദ്യ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളത് നോക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുകയാണ്. പ്രസ്താവന എ, ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. പ്രസ്താവന ബി, ലോക്സഭയും രാജ്യസഭയും പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. പ്രസ്താവന സി, രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ്. അപ്പോൾ ഇതിൽ
ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ്. നമ്മൾ ആ പാർലമെൻറ്റ് എന്നുള്ള അവിടെ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണിത്. രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും, രാഷ്ട്രപതിയും 2 സഭകളും ചേർന്നതാണ് പാർലമെൻറ്റ്. അപ്പോൾ നമ്മളത് നോട്ട് ചെയ്യുക. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്തി എഴുതുക. അപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട താഴെ തന്ന പ്രസ്താവനകളാണ് ഒന്ന് നോക്കാം. അതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. പ്രസ്താവന എ, ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ജനങ്ങൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. അത് പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണ് രാഷ്ട്രപതിയെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ഒരിക്കലും പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യമല്ല. ഇന്ത്യയിൽ പാർലമെൻ്ററി സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. ലോക്സഭാംഗങ്ങളും രാജ്യസഭാംഗങ്ങളും ചേർന്ന് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം. പ്രസ്താവന ബി, ലോക്സഭാംഗങ്ങളും രാജ്യസഭാംഗങ്ങളും ചേർന്ന് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു. ഈ പ്രസ്താവന സി, ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു, അത് തെറ്റാണ്. ലോക്സഭാംഗങ്ങളും രാജ്യസഭാംഗങ്ങളും ചേർന്ന് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു, അത് തെറ്റാണ്. പിന്നെ ഇത് ശരി ഏതാണ്? ഇലക്ടറൽ കോളേജാണ്. അപ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് ഇതിൽ ശരിയായ ഉത്തരം. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ ഇലക്ടറൽ കോളേജ് എന്നുള്ള വാക്കിന് തരില്ല. അതിന് പകരം സംസ്ഥാന നിയമസഭകളിലെയും ഈ 3 തന്നിട്ട് അംഗങ്ങളും രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാലും അത് ശരിയാണ്. ഇലക്ടറൽ കോളേജ് എന്ന് തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇലക്ടറൽ കോളേജ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന അംഗങ്ങളാണ് ലോക്സഭയിലെ അംഗങ്ങളും രാജ്യസഭയിലെ അംഗങ്ങളും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളും. ഇനി ഒരു ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ്? രാജ്യസഭയിൽ, ലോകസഭയിൽ, സംയുക്ത സമ്മേളനത്തിൽ. ഉത്തരം ഏതാണ്? ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ധനബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ഭരണഘടന അങ്ങനെയാണ് പറയുന്നത്. ബാക്കി ഏത് ബില്ല് നമുക്ക് ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. പക്ഷേ ധനബില്ല് നിർബന്ധമായും ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. അതുപോലെ ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ 14 ദിവസത്തിനകം രാജ്യസഭ അതിന് നിർദ്ദേശങ്ങളടങ്ങിയ മറുപടി സഹിതം തിരിച്ച് അയക്കണം എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ ധനബില്ല് മണി ബില്ല് എന്നും വരും കേട്ടോ. മണി ബില്ല് ധനബില്ല് എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ്. പക്ഷെ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഈ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ഈ ഒരു ചാപ്റ്റർ SCRT ഭരണഘടനാ മൊഡ്യൂൾ വരുന്ന ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് ഭരണഘടനാ മൊഡ്യൂളിൽ 2 ചാപ്റ്ററും കൂടി ഉണ്ട്. 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററും 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററുമാണ് ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ ഇനി പഠിക്കാനുള്ളത്. ഇതിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്രാവശ്യം LDC തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാം. LDC LGS ഏതാണെങ്കിലും നിങ്ങൾക്ക് സുഖമായി ക്രാക്ക് ചെയ്യാം. ഞാനുണ്ട്. SCRT പൂർണ്ണമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ പിന്തുണ നൽകി നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.